ബി.ജെ.പിയിൽ മുരളീധര പക്ഷത്തെ അനുനയിപ്പിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ ഗ്രൂപ്പ് നേതാക്കളായ സി കൃഷ്ണകുമാറിനെയും പി സുധീറിനെയും ഉൾപ്പെടുത്തും. ഷോൺ ജോർജിനെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും ഔദ്യോഗിക പക്ഷത്തിന്റെ നീക്കമുണ്ട്. ഇന്നലെ നേതൃയോഗത്തിൽ മുഴുവൻ ഉപാധ്യക്ഷന്മാരെയും പങ്കെടുപ്പിച്ചിരുന്നു. പുനഃസംഘടനയിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചവർക്ക് അമിത്ഷാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, എന്തായാലും സംസ്ഥാന നേതൃത്വ പട്ടിക പുറത്തു വന്നതിന് ശേഷമുണ്ടായ പൊട്ടിത്തെറി കൂടുതൽ രൂക്ഷമാകാതെ സൂക്ഷിക്കാനാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നീക്കമെന്ന് തോന്നുന്നു. പല നേതാക്കന്മാരും വിയോജിപ്പുകൾ പരസ്യമാക്കി ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പരോക്ഷമായ രീതിയിലുള്ള പ്രതികരണമാണ് കണ്ടത്. അനുനയിപ്പിക്കാനാണോ നീക്കം രാജീവ് ചന്ദ്രശേഖരന്റെ? എങ്ങനെയായിരിക്കും, ഏതു വഴിയിൽ? ഡോക്ടർ അരുൺകുമാർ, അനുനയിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. കാരണം ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തിൽ അമിത്ഷാ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തോടൊപ്പം ഒരു എക്സ്റ്റൻഡഡ് കോർ കമ്മിറ്റി എന്ന രീതിയിൽ തന്നെയാണ് കൂടിച്ചേർന്നത്. അതായത് 10 ഉപാധ്യക്ഷന്മാരെയും ഉൾപ്പെടുത്തുകയും പത്മജ വേണുഗോപാലും പി സി ജോർജും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ഇന്നലത്തെ നേതൃയോഗം ചേർന്നത്. അപ്പോൾ കോർ കമ്മിറ്റി എന്ന മട്ടിലല്ല, നേതാക്കന്മാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗത്തിലാണ് അമിത്ഷാ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേ രീതിയിൽ തന്നെ കോർ കമ്മിറ്റി വിപുലീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെ ഉപാധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ നിശ്ചയമായിട്ടില്ല. പക്ഷേ വി മുരളീധര പക്ഷത്തു നിന്നുള്ള സി കൃഷ്ണകുമാർ, പി സുധീർ എന്നിവരെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും ജനറൽ സെക്രട്ടറി പദത്ത് മാറ്റി നിർത്തിയതിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഇവരെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഇവരെ അനുനയിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷോൺ ജോർജിനെ കൂടി കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. അത് ഔദ്യോഗിക പക്ഷത്തിന്റെ തീരുമാനമാണ്. പി കെ കൃഷ്ണദാസ് പക്ഷം ബി ഗോപാലകൃഷ്ണനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ വൈസ് പ്രസിഡന്റുമാർ ഒരാളാണ് സി സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിന് MP സ്ഥാനം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. വക്താക്കളാണ് പിന്നീട് വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിയത്. അതിൽ PR ശിവശങ്കർ ഉണ്ടായിരുന്നു. പക്ഷേ PR ശിവശങ്കർ വക്താവായി വന്നതോടുകൂടി അദ്ദേഹവും ഇന്നലെ വൈകിട്ട് വക്താക്കളുടെ യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിൽ PR ശിവശങ്കർ പങ്കെടുത്തിട്ടുണ്ട്. ഉല്ലാസ് ബാബുവും യുവരാജ് ഗോകുലും ഉൾപ്പെടെയുള്ള മീഡിയ പാനലിസ്റ്റുകളായി തന്നെ തുടരും. അവരെയും ഇത്തരത്തിലുള്ള വക്താക്കളുടെ യോഗത്തിലും ചർച്ചയിലുമൊക്കെ പങ്കെടുപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. അതായത് ഉടക്കി നിൽക്കുന്നതിൽ പ്രവർത്തനത്തിൽ സജീവമായിട്ടുള്ളവരെ പൂർണ്ണമായും അനുനയിപ്പിക്കും. എന്നാൽ ഇനിയും ബാക്കിയുള്ള നേതാക്കന്മാരുണ്ട്. തിരുവനന്തപുരത്ത് ശിവൻകുട്ടി, JR പത്മകുമാർ, കോഴിക്കോട്ട് P രഘുനാഥ് തുടങ്ങിയ നേതാക്കന്മാരൊക്കെ മാറ്റി നിർത്തപ്പെടുത്തവരാണ്. അവരെയൊക്കെ ഏത് രീതിയിൽ വി ടി രമ, ഡോക്ടർ പ്രമീള ദേവി, അത്തരത്തിലുള്ള ആളുകളെ കൂടി എങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തും, എങ്ങനെ അവരെ സഹകരിപ്പിക്കും, അനുനയിപ്പിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല.